മോർണിംഗ് ഗൈസ്. രാവിലെ എണീറ്റു. സമയം കണ്ട 8:30 പോലും ആയില്ല. എളുപ്പം എണീറ്റ് ഒരു സ്ഥലം വരെ പോണം. കൂട്ടാൻ്റെ വീട്ടിൻ്റെ എന്തോ ഫങ്ഷൻ ഉണ്ട്, അതുകൊണ്ട് അതിന് പോവാ. നമ്മള് റെഡിയായി നമ്മൾ കൂട്ടാൻ്റെ വീട്ടിലോട്ട് പോവാ. ഭയങ്കര വെയിൽ കേട്ടോ. രാവിലത്തെ വെയിൽ കൊണ്ട് കുഴപ്പമില്ല. ഉച്ചയാകുമ്പോൾ കാണാം നമുക്ക് എത്ര വെയിൽ കാണും. ഒരു സ്ഥലം വരെ പോവാ നമ്മള്. ഇപ്പൊ വണ്ടി അങ്ങ് പഞ്ചർ, കാറ്റില്ല, നീങ്ങുന്നില്ല വണ്ടി. എന്ത് പിടിക്കാൻ പോണായിരുന്നു? ആർക്ക്? ബൈക്കൊക്കെ എടുത്ത് കൂട്ടാൻ്റെ വീട്ടിലോട്ട് പോവാ. നമ്മള് വീട്ടിൽ എത്തി. അങ്ങനെ അകത്ത് പോകാൻ നേരത്ത് മുടിയൊക്കെ നോക്കിയാ പോകുന്നത്. ഇതാ പണി നടക്കുന്നതേ ഉള്ളൂ. അത് പകുതി പോലും ആയില്ല കേട്ടാ. സ്പീക്കറൊക്കെ ഇട്ടിട്ട് പക്ഷെ ഇവിടെ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട്. എന്തോ കടയിൽ സാധനം മേടിക്കണമെന്ന് പറഞ്ഞ് കടയിൽ പോവാ. ബാഗിക്ക് ഒരു കുഴപ്പമുണ്ട് അല്ലേ? എന്ത് കുഴപ്പം? അത് മടക്കിയിടുന്ന എന്തിനാ ബാഗ്? ഇങ്ങനെ ഇട്ട പിന്നെ വൃത്തിയുടെ കാണാൻ പറ്റത്തില്ലേ? ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കണ്ടോ ഫ്രീക്ക്. നിന്റെ ബാഗ് നോക്കിയാ നിലത്ത് അത് വീണില്ല. എന്റെ ഫുള്ള് ഇത് എന്റെ ചെരുപ്പില്ല ഒരയുന്ന. ഇത് താഴോട്ട് ഇതാവുന്നില്ല. ജ്യൂസ് മേടിക്കാൻ വന്നു. ഭയങ്കര ചൂട് കേട്ടാ. അങ്ങനെ അണ്ണ ഇവിടെ പേയ്മെന്റ്. ചുമ്മാല്ല, നീ ദൂരം പോയത്. മലക്കറി കടയിൽ പോയല്ലേ? മലക്കറി കട മേടിച്ച ജ്യൂസ് മേടിച്ചു. എന്റെ വീട്ടിൽ നിന്ന് എത്ര ദൂരം നടക്കണോ ഇവിടെ? ഭയങ്കര ഏരിയ കേട്ടാ. ഇത് ചൂട് പൊള്ളുന്നു. ഇത് നിന്റെ അവിടെ ആണെന്ന് പറഞ്ഞേ എനിക്ക് എന്നെ ഇപ്പുറത്താക്കി. അയ്യോ, കള്ളം പറയുന്നു. അയ്യോ, കൂട്ടാൻ്റെ വീട് പണി നടക്കുന്നേ ഉള്ളൂ. ഇനി ആൾക്കാർ ഇങ്ങോട്ട് ഇറങ്ങാൻ നേരത്ത് ഇവരും കയറി വന്നാൽ ഇവർക്കൊന്ന് ബാക്കിറങ്ങണം. ഞാൻ ബുദ്ധിമുട്ടല്ലേ ഈ വെയിലത്തൊക്കെ പണിയെടുക്കാനേ. ഇത് വേണ്ടാന്ന് വെക്കും. നേരെ പോസ്റ്റ് ചേട്ടാ. ബോറടിച്ച അണ്ണൻ്റെ കൂടെ സംസാരിച്ചോണ്ടിരിക്കുക. ഫോട്ടോ ഇരിക്കുക. ചാവി ഉണ്ടോ അവിടെ? ഫോട്ടോ ഇട്. കേസാകത്തേ ഉള്ളു കൂടിപ്പോ അല്ലേ അണ്ണ? അല്ലേ? അടി ആദ്യം തരുമോ? ചൂട് ഭയങ്കര ചൂട് കേട്ടോ ഈ ഓട്ടോ ഇരുന്നിട്ടും. ഫാനും ഇല്ല ഓട്ടോ ഇതിനകത്ത്. 2 മണിക്കൂർ നമ്മൾ ഓട്ടോയ്ക്കകത്ത് ഇരിക്കുക. തണുലത്ത് ഓട്ടോ ഒക്കെ വെച്ച് ചുമ്മാ ഇരിക്കുക ഞങ്ങള് കഴിച്ച്. അവിടെ വെയില. മോശം. റേറ്റ് ഒക്കെ വീഴുന്നു. വാലുണ്ടോ ഗൈസ്? ആണോ? അല്ലണ്ണ അങ്ങനെ ജ്യൂസൊക്കെ കുടിക്കുക ഇവിടെ തണുത്തത്ത്. കൂട്ടുകാരൊക്കെ ആയാലേ മുന്നേ പോയപ്പോഴേ ഞാൻ വരുന്നില്ല. തിരിച്ച് വീട്ടിൽ വന്ന് ഫ്രഷായി കേട്ടാ. വിയർത്ത് കുളിച്ചില്ല, അതുകൊണ്ട് കുളിച്ച് റെഡിയായി. സമയം 2 മണിയായി. ഒക്കെ ഒരു ഉറങ്ങണം. ഇപ്പം ഉറങ്ങിയിട്ട് കാണാം നമുക്ക്. കാഴ്ച കാണിച്ചട്ടെ, കാണാൻ പറ്റുന്ന അതിനകത്ത് അണ്ണന്റെ മീനേട്ടാ വൈസ്. നിങ്ങൾ കാണാൻ പറ്റും. ഫുള്ള് മീനേട്ടാ, കിടിലും വ്യൂ. അണ്ണൻ കണ്ട അവിടെ ഓരോത്തിന് കോരുവ. സ്റ്റാർട്ടാവുന്നില്ല. വണ്ടിയൊക്കെ സ്റ്റാർട്ടായി വീട്ടിൽ പോവാ. ജ്യൂസ് കുടിക്കാൻ വന്നു ഗൈസ്. അങ്ങനെ അപ്പുറത്തെ ബോട്ട് യാർഡിലെ അണ്ണൻ വന്ന് കളിക്കുന്നത്. അപ്പുറത്തെ ഹിന്ദികള് കളിക്കാൻ വന്നു ഗൈസ്. അങ്ങനെ വാശി കളിയാണെന്ന് പിള്ളേരെ. മയോഗ FC-യും ബോട്ട് FC-യും. ഇവനും ഇറങ്ങി വാശി കളി. ബോട്ട് FC-യും അണ്ണന്മാർ FC. മയൂക നല്ല കളിയായി.
കൊള്ളാം, നല്ല ടീം. Vlogger Adiയുടെ with the tournament players. Guys, Vlogger Adi is there. Vlogger Adiയുടെ കയ്യിൽ പന്ത് കിട്ടി. On stage. ജയിച്ചോണ്ടേ സെലിബ്രേഷൻ ഇടുക guys. 7 മണിയായി, ഇരുട്ടായി, ഇതുവരെ കളി കഴിഞ്ഞില്ല guys. 3-3 സ്കോർ. ഫേവററ്റ് ടീമിന്റെ കളിയായി CSK. കളി കാണാൻ പോവാ. ഫൈനലി സഞ്ജു യെല്ലോ ജേഴ്സിയിലട. CSKയുടെ കളി കണ്ടിട്ട് ഭയങ്കര എന്ത് പറയാന്. ഫുഡ് മേടിച്ചിട്ട് വരാം. അങ്ങനെ റെസ്റ്റോറൻറ്റ് വന്നേക്കുവാ. അങ്ങനെ ഓർഡറൊക്കെ കൊടുത്ത് പുറത്തുള്ള കാഴ്ചയൊക്കെ കാണുമോ ഗൈസ്. 4 മതി ജയിക്കുക രാജസ്ഥാനിന്. മോശം കളിച്ചിട്ടല്ല CSK. ധോണി ഇല്ലാത്തതും ബ്രേവ്സ് ഇല്ലാത്തതും ഒരു വലിയ കുഴപ്പമാണെന്ന് ഞാൻ ആലോചിക്കുന്നത് ഗൈസ്. ഇവിടെ തന്നെ നമുക്ക് വ്ളോഗ് ചെയ്യാം ഗൈസ്. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ശരിയാണ്, ബൈ.